ഊഹാപോഹങ്ങൾ പറഞ്ഞ ഭ്രാന്ത് പിടിക്കും എനിക്ക്. സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ ഒരിക്കൽ പറഞ്ഞു, ഭർത്താവിന്റെയോ ഭാര്യയുടെ ജീവിതത്തിലേക്ക് വഴിവിട്ട മറ്റൊരു ബന്ധം കടന്നു വന്നാൽ ഒന്നുകിൽ പരസ്പര അമിത സ്നേഹം കാണിക്കും, അരോചകമായ പ്രകടനങ്ങൾ, അതല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റം പറഞ്ഞ് വീട്ടിൽ നിന്നകലും. ഇത് രണ്ടും സർവ്വസാധാരണ. ഇതിനിടയിലുള്ളവരെയാ സൂക്ഷിക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു. കുടുംബത്തെ മാത്രം സ്നേഹിച്ച് ഭാര്യയും മക്കളും അല്ലാതെ മറ്റൊരു ലോകത്തെക്കുറിച്ച് സങ്കല്പിക്കുക പോലും ചെയ്യാത്തവർ, അവര് പോലും അറിയാതെ മറ്റൊരു സ്നേഹബന്ധത്തിൽ പെട്ടുപോയാൽ ആകെ താളം തെറ്റും. മനസ്സ് മറയ്ക്കാൻ കഴിയാതെ സ്വയം നേറിക്കൊണ്ടിരിക്കും. ഒരു കാര്യത്തിനും കൃത്യതയുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഹരിയുടെ അവസ്ഥ ഇപ്പൊ അതാണെന്ന്. ഗൗരിയേച്ചി ഒരുപാടൊക്കെ ചിന്തിച്ചു കൂട്ടുന്നു. അതെ, ഞാൻ പറഞ്ഞില്ലേ, ചിന്തകൾ മുഴുവൻ പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുമെന്ന്. ഹരിയേട്ടൻ ശരിക്കും അത്യാവശ്യത്തിന് പോയതാണെങ്കിലോ, ഓഫീസിൽ എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിലോ? അത് ഞാൻ ഇന്നറിയും. അതിന്റെ സത്യാവസ്ഥ ഇന്ന് മനസ്സിലാക്കാൻ ഞാൻ. സാർ, എന്ത് പറ്റില്ലോ? പെട്ടെന്ന് തലചുറ്റി വീണി, എന്താന്നറിയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ബോധം തെളിഞ്ഞു. ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക. വാ. ഹരി ഇത്ര പെട്ടെന്ന് എത്തിയോ? എന്ത് പറ്റി മോളെ? ഒന്നുമില്ല ഏട്ടാ, ഒന്ന് തല ചുറ്റി, അത്രേ ഉള്ളൂ. തലച്ചുറ്റലില്ല, വെട്ടിയിട്ട വാഴത്തട പോലെ വീണു. ഞാൻ പേടിച്ചു പോയി. എന്താ സിനി, കുഴപ്പം വല്ലതും ഉണ്ടോ? ബോഡി ഹെൽത്തി അല്ല ഹരി, അതുപോലെ രക്തക്കുറവ് ഒരുപാടുണ്ട്. അതിനൊക്കെ ഞാൻ ടോണിക് എഴുതാം. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം നല്ല ആഹാരവും പരമാവധി വിശ്രമവുമാ. എന്നുവെച്ചാൽ ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും റെസ്റ്റ് കൊടുക്കണം. ഈ കുട്ടി മെന്റലി വല്ലാത്ത ഡിസ്റ്റർബ്ഡാ, അത് മാറണം. സന്തോഷിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതാ സത്യത്തിലൊരു ഡിസ്റ്റർബ്. എവരുടെ മുഖം കാണുമ്പോ എനിക്ക് എന്റെ മനസ്സ് തളർന്നു പോകുന്നു. പിന്നെ ഈ കൊച്ചിന്റെ കാര്യം പറയണോ? തന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? താനല്ല, സാറ്. വെറുതെ ഇരിക്കണോപ്പാ. സിനി പറ, ഇനി ചെക്കപ്പ് എന്തെങ്കിലും ചെയ്യണോ? ഞാൻ നോക്കി. ഇനിയിപ്പോ അത്യാവശ്യമായിട്ടൊന്ന് സ്കാൻ ചെയ്യണം. വയറിലൊരു തടിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് അറിയട്ടെ. സ്കാനിങ്ങിന് ഇവിടെ അതിനൊന്നും സൗകര്യമില്ലല്ലോ. തൊട്ടടുത്ത് മയൂരി ഉണ്ട്, അവിടെ പോയ സ്കാൻ ചെയ്യാം. ഇപ്പൊ വേണോ? വേണം. സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് എനിക്ക് കാണണം. ചെല്ല്. എന്നാ വാ മോളെ. ലോനപ്പം ഞങ്ങളോട് വാ. അപ്പൊ ഞാനോ? ഇവിടെ നിക്ക്, ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരുന്നത്. എന്തിനാ അങ്ങോട്ട് എടുത്തോണ്ട് വരുന്നത്? എന്നെ കണ്ടൂടാ അയാൾക്ക്. സാറിന്റെ വാലായിട്ട് നടക്കുന്നു വൃത്തികെട്ടവൻ. എന്ത് വൃത്തികേടാ കാണിച്ചത്? വൃത്തികേട് കാണിക്കാൻ അവൻ ഇങ്ങോട്ട് വരട്ടെ, അപ്പോഴാ എന്റെ സ്വഭാവം ശരിക്കും അറിയാൻ പോണത്. അതെ, നല്ല കണ്ടുപരിചയം ആണോ? ആ, പക്ഷേ മോനെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും നല്ല മുഖം പെട്ടെന്നാരും മറക്കില്ലല്ലോ. ഇപ്പോഴല്ല, ചെറുപ്പത്തിൽ എന്നെ കാണണമായിരുന്നു. അന്ന് സൗന്ദര്യം എനിക്കൊരു ശാപമായിരുന്നു. ഇപ്പോഴും അതെ. അതെ, മുമ്പ് ഞാനിവിടെ വന്നപ്പോ കൂടെ തട്ടമിട്ട, അതായത് പർദ്ദയിട്ടൊരു കുട്ടിയെ കണ്ടിരുന്നല്ലോ. അതാരാ? അല്ല, മോളല്ലാന്ന് എനിക്കറിയാം. അമ്മ മുസ്ലിം അല്ലല്ലോ. മോൻ എന്നെ എന്താ വിളിച്ചത്? അമ്മയെന്നോ? അതെ, അമ്മ. വിളിച്ചത് തെറ്റായിപ്പോയോ? ഒരുപാട് കാലമായി അങ്ങനെ ഒരു വിളി കേട്ടിട്ട്. ആരും വിളിക്കാറില്ല. കള്ളവാറ്റുകാരി അമ്മണിയെ ആരാ അമ്മയെന്ന് വിളിക്കുക? ഞാൻ വിളിച്ചില്ലേ? പിന്നെ കൂടെ വന്ന പർദ്ദയിട്ട പെൺകുട്ടി വിളിക്കില്ലേ? അതേതാ പെൺകുട്ടി? നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു. ഞാനിപ്പോ വരാം മോനെ.
ഹലോ SP ഓഫീസ്. സാർ, ഞാൻ SP ഹരിശങ്കർ സാറിന്റെ റിലേറ്റീവാണ്. സെക്രട്ടേറിയറ്റിൽ നിന്നാ. സാറിനെ ഒന്ന് കണക്ട് ചെയ്യാമോ? സോറി മാഡം, സാറിന് ലീവാ. അപ്പോ ഓഫീസിൽ വന്നില്ലേ? എന്നോട് ഓഫീസിൽ കാണും വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. അതറിയില്ല മാഡം, സാറിന് വരില്ല എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോ ഇന്നിനി വരില്ലല്ലേ? വരില്ല എന്ന് വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇന്നിനി വരാൻ സാധ്യതയില്ല. ഓക്കെ സാർ, താങ്ക് യു. നീ എന്ത് ചെയ്യാ? ആ, എന്താ ഗൗരിയേച്ചി? നീ എന്ത് ചെയ്യാന്ന്? ഒന്നുമില്ല, വെറുതെ ഗെയിം കളിച്ചോണ്ടിരിക്കുക. ഗൗരിയേച്ചി ആകെ മൂഡ് ഓഫ് ആണല്ലോ. എന്തു പറ്റി ഡോക്ടറെ? ഓ, എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ഇതെന്താ ഒരു പരിഭവത്തിന്റെ സ്വരം? ഇന്ന് ഹോസ്പിറ്റലിലേക്കൊന്നും പോകുന്നില്ലേ? എനിക്ക് ഈ പ്രൊഫഷനൊക്കെ മടുത്തു. ഞാൻ ഇനി വീട്ടിലിരിക്കാൻ പോവാ. ഇതെന്തു പറ്റി? ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് ബഹളം വെക്കുന്ന ഗൗരിയേച്ചിയാണല്ലോ. അതും എന്റെ അടുത്ത് ഇത്ര വിഷമത്തില്. നമുക്കൊന്ന് വഴക്കിടാൻ ഡോക്ടറെ. അല്ലെങ്കിലും വഴക്ക് കൂടാനുള്ള കാര്യങ്ങളല്ലേ ചെയ്തു കൂട്ടുള്ളൂ. എന്നെ മറച്ചു വെക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. സീരിയസ് ആയിട്ടാ? അതെ, സീരിയസ് ആയിട്ട് തന്നെയാ. എപ്പോഴും ബഹളം വെക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നതൊന്നും സീരിയസ് ആയിട്ട് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്, പക്ഷേ ഞാനെന്താ മറച്ചു വെച്ചെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. നീ മറച്ചു വെച്ചു എന്ന് ആര് പറഞ്ഞു? നിനക്കെന്നെ മറക്കേണ്ട കാര്യം എന്താ? രഹസ്യങ്ങളുള്ളത് നിനക്കല്ലല്ലോ. ആരെക്കുറിച്ചാ ഗൗരിച്ചി പറയുന്നേ? ഹരിയേട്ടനെ കുറിച്ചാണോ? യെസ്. എത്ര സന്തോഷത്തോടെ നമ്മൾ എല്ലാരും കൂടി പുറത്തു പോകാനിരുന്നതാ. ആ മൂഡ് കളഞ്ഞില്ലേ? അത്രയുള്ളോ കാര്യം? ഏട്ടന് ഓഫീസിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നോണ്ടല്ലേ? അതിപ്പോ എമർജൻസി ആയിട്ട് ഗൗരിയേച്ചിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിരുന്നെങ്കിലോ? പോകാതെ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിലേക്കാണെന്നും പറഞ്ഞിറങ്ങിയ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവും. നിന്റെ ഏട്ടൻ അങ്ങനെയല്ല. ഏട്ടൻ പിന്നെ എവിടെ പോയി? അതാ മനസ്സ് എനിക്ക് മനസ്സിലാവാത്തത്. അത്യാവശ്യമായിട്ട് ഓഫീസിലേക്കെന്നും പറഞ്ഞു പോയിട്ട് ഹരി ഓഫീസിലെത്തിയിട്ടില്ല. ഇതേവരെ ഓഫീസിലെത്തിയിട്ടില്ല. എങ്ങനെ അറിഞ്ഞു? ഞാൻ വിളിച്ചു നോക്കി. അപ്പൊ ഏട്ടൻ പറഞ്ഞു ഓഫീസിലില്ലെന്ന്. അതിന് ഏട്ടനെ കിട്ടിയിട്ട് വേണ്ടേ? ഓഫീസിലെത്തിയിട്ടില്ലല്ലോ. അതെങ്ങനെ അറിയാം? മൊബൈലിൽ വിളിച്ചിട്ട്. മൊബൈലിലോ? അത്രയ്ക്ക് വിട്ടത് ഞാൻ കാണിക്കൂ? ഓഫീസ് ഫോണില് ലാൻഡ് ലൈനിൽ വിളിച്ചു നോക്കി ഞാൻ. ഹരി ഓഫീസിലേക്ക് വിളിച്ചിട്ട് വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ എവിടെ പോയി? അത് തന്നെ എനിക്കും അറിയേണ്ടത്. ഗൗരി ചേട്ടന്റെ സെൽഫോണിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. വേണ്ട. അപ്പൊ ഞാൻ ഓഫീസിൽ വിളിച്ചതറിയും. അറിഞ്ഞാൽ എന്നോട് പറയാനുള്ള കള്ളത്തരങ്ങൾ ആലോചിച്ചുറപ്പിച്ചിട്ടേ വരൂ. ഒന്നും അറിയാതിങ്ങി വരട്ടെ. ഇന്ന് രണ്ടിലൊന്നറിയണം. ഞാൻ പറഞ്ഞില്ലേ ഹരി, വയറിലൊരു തടിപ്പ് കാണുന്നുണ്ടെന്ന്. അത് എന്തോ ഒരു ചെറിയ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഗർഭാവസ്ഥയിൽ മൈന വീണതിന്റെയൊക്കെ ആവാം. പക്ഷേ കുട്ടിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. പേടിക്കാനൊന്നുമില്ലല്ലോ. ഏയ്, പേടിക്കാനായിട്ടൊന്നുമില്ല. എന്നാലും ഒട്ടും മെന്റൽ സ്ട്രെയിൻ എടുക്കരുത്. അത് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും. ഞാനും വിചാരിക്കും വെറുതെ വിഷമിച്ചിട്ട് എന്താ കാര്യമെന്ന്. എന്നാലും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. ഗർഭകാലത്ത് കുഞ്ഞിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഓരോ ദിവസവും അത് വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കണം. ദാ, മരുന്നിനും ടോണിക്കിനും എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. വാങ്ങിച്ചാ മതി. പൊയ്ക്കോളൂ. ഹരി, എന്താ ഇതിന്റെ അവസാനം? കൊച്ചിൻ തലേ നിന്റെ തലയിലാവോ? ആവട്ടെ, എന്റെ അനിയത്തിയല്ലേ, ഞാൻ നോക്കും. അനിയത്തിയുടെ സ്ഥാനമാണ്, അനിയത്തിയല്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. സമൂഹം നിന്നെ കുറ്റപ്പെടുത്തും. എന്റെ ഭാര്യ വരെ കുറ്റപ്പെടുത്തുന്നു. അതിനപ്പുറം എന്ത് സമൂഹം? ഒന്നും ഒളിച്ചു വെക്കാത്ത എനിക്ക് ഒരു കാര്യമില്ലാതെ ഇപ്പൊ എന്തൊക്കെയോ ഒളിക്കേണ്ടി വരുന്നു.
വന്ന ടാക്സി പോയി. ഞാൻ വേറെ വിളിക്കട്ടെ സാർ? വേണ്ട, ഞാൻ കൊണ്ടുവിടാം. ഏട്ടൻ ഓഫീസിൽ പോണ്ടേ? ഞാൻ ലീവ് വിളിച്ചു പറഞ്ഞു. വെറുതെ ഒരു ദിവസം കളഞ്ഞു അല്ലേ? ഒരു ദിവസമല്ല, ഈ ജന്മം മുഴുവൻ കളഞ്ഞത് പെങ്ങന്മാർക്ക് വേണ്ടിയാ. എന്നിട്ട് എന്ത് കിട്ടി? ഒരാളെങ്കിലും നന്നായോ? ഞാനല്ലേ നശിച്ചു പോയുള്ളൂ. മാനസയ്ക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമൊന്നോ? നിനക്കൊന്നും അറിയില്ലല്ലേ? ജീവിതത്തിൽ ഇതിൽ കൂടുതൽ എന്ത് കുഴപ്പമുണ്ടാവാനാ? വാ, കേറ്. ഇവരെന്താ കാഴ്ച കണ്ടോണ്ട് നടക്കാൻ? ഇങ്ങോട്ട് വാതല്ലേ. തള്ളയോ? ആരുടെ തള്ള? എനിക്കത്ര പ്രായമൊന്നുമില്ല. എന്നാ യുവതി വരൂ. ഞാൻ ഒരാളെ നോക്കുകയായിരുന്നു. നിങ്ങൾ മോളെ കൊണ്ട് സ്കാൻ ചെയ്യാൻ പോയപ്പോ ഒരു പയ്യൻ ഇവിടെ വന്നിരുന്നു. നല്ല സ്നേഹമുള്ള പയ്യൻ. ആരാ വന്നത്? ആരാന്നൊന്നും എനിക്കറിയാൻ വയ്യ. നല്ല മുഖശ്രീയുള്ളൊരു പയ്യൻ. ഒരുപാട് വർത്താനം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓരോന്ന് ചോദിച്ചു. മുമ്പ് വന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന പർദ്ദയിട്ട കുട്ടി ആരാണെന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞോ? പറഞ്ഞില്ല. ഞാൻ എങ്ങനെ പറയൂ? എന്നെ അന്വേഷിച്ചെങ്കിൽ അത് സിദ്ധുവേട്ടൻ തന്നെയായിരിക്കും. നീ കേറ്. അങ്കിൾ എന്തെങ്കിലും ഒന്ന് പറ. ഇനി ഒന്നും പറയാനില്ല, പ്രവർത്തിക്കാനേ ഉള്ളൂ. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനിയൊക്കെ ജമാലിന്റെ കയ്യിലാ. ഇന്നോ നാളെയോ? നാളെ. ഇന്നൊരു ദിവസം കൂടിയേ കുട്ടി ഈ വീട്ടിലുള്ളൂ. ഇന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന കുട്ടി അറിയുന്നുണ്ടോ നാളെ മുതൽ ഈ അമ്മയെ ഒരിക്കലും കാണില്ലെന്ന്? പാവം കുട്ടി അല്ലേ? എന്താ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ അങ്കിളിന്? കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് എന്തറിയാം? കുറെ കഴിയുമ്പോ അമ്മയും ബന്ധങ്ങളും ഈ വീടുമൊക്കെ അങ്ങ് മറന്നോളും. ജീവിച്ചിരുന്നാല്. കൊല്ലരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വഴിപിഴച്ച സന്തതിയാണെങ്കിലും എന്റെ മോന്റെ കുഞ്ഞാണല്ലോ. ആ ഒരു സ്നേഹം ഞാൻ കാണിക്കണ്ടേ? വേണുവിന്റെ കുഞ്ഞു തന്നെയല്ലേ? ആയിരിക്കും. അമ്പിയെ അങ്ങനെ വേലി ചാടുന്ന ടൈപ്പൊന്നും അല്ല. കുട്ടി നഷ്ടപ്പെട്ടാൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കണക്കൂട്ടിയിട്ടുണ്ടോ അങ്കിള്? ഉണ്ട്. സ്കൂള് കഴിഞ്ഞ് കുട്ടി വരാതാവുമ്പോൾ ബഹളമാവും, അന്വേഷണമാവും. നമ്മളും അതിലങ്ങ് പങ്കുചേരുക. ഒന്നും അറിയാത്ത മട്ടില് നമ്മളും അന്വേഷണത്തിലങ്ങ് പങ്കുചേരുക എന്നർത്ഥം. കണ്ടുകിട്ടാതാവുമ്പോ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. ചെയ്യട്ടെ, ചെയ്യണമല്ലോ. പോലീസ് അന്വേഷിച്ചാലും ഒരു തുമ്പും കിട്ടുകയില്ല. ജമാൽ ഇതുപോലെ 6-7 കുട്ടികളെ ഇവിടുന്ന് കടത്തിയിട്ടുണ്ട്. എല്ലാത്തിനും അന്വേഷണമൊക്കെ ഉണ്ടായി. ആദ്യത്തെ ഒരു ചൂടൊക്കെ കഴിയുമ്പോ പോലീസ് അങ്ങ് തണുക്കും. പിന്നെ കാണാനില്ലാന്നും പറഞ്ഞ് പത്രത്തിലൊരു വാർത്ത വരും, ചിലപ്പോ ടിവിയിലും. ഇതൊക്കെ ആരോർത്തു വെക്കാനാ? അഥവാ ഓർത്തു വെച്ചാലും കുട്ടി അപ്പോഴേക്ക് എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. മോൾക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അങ്കിളെ? പറയില്ല. ഒന്ന് പറ അങ്കിളെ പ്ലീസ്. പറയുകയും ചെയ്യാം, തരുകയും ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? പറഞ്ഞാ മോൾ അനുസരിക്കോ? ഇല്ല. ഇല്ലേ? ഇങ്ങനെ ചോദിക്കുമ്പോ തന്നെ അറിയാം എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന്. കുഴപ്പമൊന്നുമില്ല, ഒരു നിസ്സാര കാര്യാ. എന്നാ പറ. ഒരു തവണ എന്നെ ഒന്ന് അച്ഛാന്ന് വിളിക്കേ. അത് നടക്കില്ല അങ്കിളെ, അമ്മ അറിഞ്ഞ എന്നെ കൊല്ലും. ഇല്ല, സ്വന്തം അച്ഛനെ അച്ഛാന്ന് വിളിച്ച അമ്മ സന്തോഷിക്കും. പുറമേല്ല, ഉള്ളിന്റെ ഉള്ളിൽ. എന്നാലും അത് ശരിയാവില്ല അങ്കിളെ. ഇപ്പൊ തള്ളിയിട്ടിട്ട് കുറച്ച് ദിവസമായി. ഇതങ്ങനെ പോട്ടെ. അപ്പോ ഞാൻ കൊണ്ടുവന്ന എന്താന്ന് കാണണ്ടല്ലേ? കാണണമെന്നുണ്ട്. പറ്റുമെങ്കിൽ കാണിച്ചാ. കാണിച്ചു തരാം. പക്ഷെ ഒരു തവണ ഒന്ന് വിളിക്ക് അച്ഛന്ന്. പതുക്കെ വിളിച്ചാ മതി. എനിക്ക് അടി വാങ്ങിച്ചു തരല്ലേ അങ്കിളെ? ആരും കേൾക്കുന്നില്ലല്ലോ, പിന്നെന്താ?
എന്താ കൊണ്ടുവന്നേ? ഇതാ. ഇതോ? എന്തുപറ്റി? ഇതാണോ വലിയ കാര്യമായിട്ട് മറച്ചു വെച്ചിരുന്ന? എന്താ? ഹോ, വെറുതെ ഒരു അച്ഛന്നുള്ള വിളി വേസ്റ്റ് ആയില്ലോ അങ്കിളെ. കഷ്ടം. ചോക്ലേറ്റ് ഇഷ്ടല്ല അല്ലേ? എന്റെ അങ്കിളെ, ഇതൊക്കെ തിന്നുന്ന അറിഞ്ഞാലേ അമ്മേനെ വെച്ചേക്കില്ല. എന്നാ വേണ്ട, അച്ഛൻ നാളെ മോളെ വേറൊരു സ്ഥലത്ത് കൊണ്ടാം, ആരും പോകാത്ത സ്ഥലത്ത്. അവിടെ ചെല്ലുമ്പോ മോക്ക് ഇഷ്ടമുള്ളൊക്കെ വാങ്ങിച്ചു തരാം. ഒന്ന് പോവങ്ങളെ, നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. ഒരു ദിവസം പോണ്ടെന്നേ. നന്നായിരിക്കും. ചെന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണേ ഞാനല്ല, അമ്മ ചെന്ന് എഴുതി കൊടുക്കണം. എന്നെ തല്ലുവിളിക്കാനുള്ള എല്ലാ പണിയും അങ്കിളുടെ ഉണ്ടല്ലേ. ചോക്ലേറ്റാ, ഒരു സ്നേഹത്തിന്റെ പുറത്ത്. ഡോക്ടർ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ മേനയ്ക്ക്? അതോ കേട്ടിട്ടങ്ങ് കളഞ്ഞോ? അങ്ങനെ കളയാനൊന്നും ഞാൻ താമസിക്കത്തില്ല. താമസിക്കാന്നല്ല, സമ്മതിക്കില്ല. ഇതേ നിങ്ങളുടെ കോളനിയല്ല. ഇയാളെ ഞാൻ അക്ഷരമൊന്നും പഠിപ്പിക്കണ്ട. എനിക്കെല്ലാം ഓർമ്മയുണ്ട് ഏട്ടാ. ഏട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. എന്റെ ധൈര്യക്കുറവിന്റെ അല്ല, ശ്രദ്ധിക്കണം. മരുന്നും ടോണിക്കുകളും കൃത്യമായിട്ട് കഴിക്കണം. പിന്നെ മെന്റൽ പ്രഷറിന്റെ കാര്യം പറഞ്ഞില്ലേ ഡോക്ടർ? കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിച്ചു. ഇനി അതൊക്കെ ഓർത്തിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. അബോഷന് ഏട്ടൻ നിർബന്ധിച്ചല്ലേ, അതിന് നീ സമ്മതിച്ചില്ല. അപ്പോ അതിന്റെ അർത്ഥം എത്ര കഷ്ടപ്പെട്ടും നീ നിന്റെ കുഞ്ഞിനെ വളർത്താൻ തയ്യാറാണെന്നല്ലേ? അതെ, ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കല്ലേ ഏട്ടാ എന്റെ കുഞ്ഞിനെ. എങ്കിൽ എന്ത് ചെയ്യണം? സന്തോഷമായിട്ടിരിക്കണം. നിന്റെ മാനസികാവസ്ഥയാണ് കുഞ്ഞിനെ സ്വാധീനിക്കുക. ഞാനത് എപ്പോഴും പറഞ്ഞു കൊടുക്കും. തള്ള പുഞ്ചിരിച്ച പിള്ള പൊട്ടിച്ചിരിക്കുമെന്ന്. എത്ര പറഞ്ഞു കൊടുത്താലും എവിടെയെങ്കിലും ഒരു മൂലയെ പോയി ഒറ്റയ്ക്കിരിക്കും. സന്തോഷമായിട്ട് ചിരിച്ചു കളിച്ചിരിക്കണം. ഏട്ടനുണ്ട് കൂടെ. ആരുപേക്ഷിച്ചാലും ഏട്ടൻ മോളെ ഉപേക്ഷിക്കില്ല. ലോനപ്പ, എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് വിളിച്ചാൽ ഞാൻ ഇറങ്ങുക. ഓക്കെ ഓട്ടെ.